ദൈവത്തിന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ പാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനോടുകൂടെ എപ്പോഴും സഹവസിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയാൽ ആ ദൈവിക സ്നേഹത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തപ്പെടേണ്ടതിന് കുടുംബനാഥനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ സകല സൃഷ്ടിയെയും സ്നേഹത്തോടെ ആദരവോടെ കാണുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ആദരവിലേക്കും താങ്കൾ ഇന്ന് രാവിലെ കടന്നു വന്നാലും താങ്കളുടെ ജീവിതത്തിൽ ആ ദൈവിക സ്നേഹം, ആ ദൈവിക പരിപാലനം, ആ ദൈവിക കരുതൽ ആഴമേറിയതിൽ സ്പർശിക്കുവാനുള്ള ഗമനം താങ്കളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താലും ദൈവം സകലത്തിനും നാഥനാകുന്നു. മാത്രമല്ല, മനുഷ്യ നിർമ്മിതമായ വലിയ വലിയ മന്ദിരങ്ങളിൽ ദൈവം പാർക്കാതെ താങ്കളുടെ ചെറ്റക്കുള്ളിലായിരിക്കാം, താങ്കളുടെ നല്ല മനോഹരമായ വീടായിരിക്കാം, അല്ല താങ്കളുടെ ഇടുങ്ങിയ മുറികളായിരിക്കാം, അവിടെയും ദൈവം താങ്കളോട് പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ഹൃദയത്തിൽ ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്നു. മാനവികത എന്ന് ഞാൻ എടുത്തു പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിശുദ്ധ വേദവാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ദൈവം ഒരുവിൽ നിന്ന് സകലരെയും ഉളവാക്കി ഭൂമിയിലേക്കെയും പരന്നു ജീവിക്കുവാൻ അനുവാദം നൽകിയിരിക്കുന്നു. ഇവിടെ കാണുന്ന സകല മനുഷ്യരും ഒരു പിതാവിന്റെ മക്കളാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ശക്തമായി പറയുന്നു. അത്യുന്നതനായ ദൈവം ജാതിയും മതവും ഒന്നും സൃഷ്ടിച്ചില്ല. വർണ്ണമോ വർഗമോ ദൈവം നോക്കുന്നുമില്ല. മനുഷ്യനിർമ്മിതങ്ങളായ ജാതി, വർണ്ണ, ഭാഷ മുതലായ സകലത്തിനും ദൈവത്തിന്റെ സ്നേഹവും കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ അളവറ്റ സ്നേഹം മാറി നിൽക്കുന്നു. ആകയാൽ ഇന്ന് രാവിലെയുള്ള സമയം എന്നെ കേൾക്കുമ്പോൾ തന്നെ താങ്കളെ വേണ്ടതുപോലെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു പിതാവിന്റെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ഗവൺമെന്റുകൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ അന്യോന്യം കൊല്ലുകയും അന്യോന്യം മുറിവേൽപ്പിക്കുകയും അന്യോന്യം വഷളത്തരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിക്രമങ്ങൾ കുന്നുകൂട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ പരസ്പരം വെറുത്തുകൊണ്ട് മനുഷ്യർ കൊല്ലിനും കൊല്ലുവെപ്പിനും വേണ്ടി ദിവസം വഴി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകത്തിന്റെയും മതത്തിന്റെ പേരുള്ള കൊലപാതകത്തിന്റെയും നാളുകളാണ് പലപ്പോഴും നമുക്ക് വാർത്താ മാധ്യമങ്ങൾ നൽകിത്തരുന്ന സന്ദേശം. എന്നാൽ വിശുദ്ധ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയാണ്: ദൈവം ഒരുവിൽ നിന്ന് ഭൂമിയിലെ സകല മനുഷ്യരെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് മക്കളെ എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുന്നത് പോലെ. ആമേൻ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന്റെ വിശ്വവചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുകയാണ്: നാം തമ്മിൽ സ്നേഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരു പിതാവ് മാത്രമേ ഉള്ളൂ. നാം തമ്മിൽ കരുതുവാൻ, നമ്മൾ തമ്മിൽ സഹായങ്ങൾ പരസ്പരം ചെയ്യുവാൻ, നാം തമ്മിൽ ഒരുപോലെ ഒരു സമൂഹത്തിൽ സ്നേഹത്തോടെ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം ആദരവോടെ സംസാരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനം നൽകിത്തരുന്ന അത് ശ്രദ്ധകരമേറിയ മാനവിക എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതായ യേശുവിന്റെ അതിമഹത്തായ വചനമാണ്. ദൈവം ഒരുവിൽ സകല മനുഷ്യരെയും ഉളവാക്കി എന്ന വാക്കിന്റെ അർത്ഥം നാം തമ്മിൽ സഹോദരങ്ങളാണ്. ആകയാൽ പരസ്പരം നാം സ്നേഹിക്കണം. ആകയാൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ആ പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വിശ്വവചനം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതെ, ദൈവത്തെ ഇതുവരെ മനുഷ്യൻ പിതാവെന്ന് വിളിച്ചിട്ടില്ല. പലപ്പോഴും ദൈവം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർക്കും ഭീവത്സമായ ഒരനുഭവമാണ്. ചിലപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നു മനുഷ്യന്റെ ശില്പവിദ്യയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു ശില്പകലാ വൈഭവമാണ് ദൈവം എന്ന് ചിലപ്പോൾ മനുഷ്യന് തോന്നിയിരിക്കാം. വിലയേറിയ വസ്തുക്കൾ കൊണ്ട് മനുഷ്യകലകളാൽ നിർമ്മിക്കപ്പെടുന്നവനുമല്ല ദൈവം എന്ന് പറഞ്ഞത്. അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശില്പകലയ്ക്കോ മനുഷ്യന്റെ കരത്തിന്റെ പ്രവൃത്തികൾക്കോ അപ്പുറത്തേക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സകല പ്രവൃത്തികളും ചെയ്തു. ഇന്ന് ശാസ്ത്ര ലോകം ഇപ്രകാരം തെറ്റായ ഒരു പഠിപ്പിക്കലുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പരിണാമ സിദ്ധാന്തം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽക്ക ഭൂമിയിൽ പതിച്ചതിന്റെ ഫലമായിട്ടോ ഭൂമിയിൽ ജീവൻ ഉണ്ടായി എന്ന് അതിലോലവും മനോഹരമായ ചില ശാസ്ത്രീയ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ ഇപ്രകാരം മനുഷ്യൻ ഇപ്രകാരം ശാസ്ത്രലോകം പഠിപ്പിക്കുന്ന ഭൂമിയിൽ ജീവൻ കടന്നു വന്നത് അന്യഗ്രഹത്തിൽ നിന്ന് ഏതോ ഉൽക്ക വന്ന് പതിച്ചതിന്റെ ഫലമായിട്ടാണ്. എന്നാൽ തെറ്റിപ്പോകരുത്. അന്യഗ്രഹത്തിൽ ഒരു ഉൽക്ക വസിച്ചിരുന്ന അന്യഗ്രഹത്തിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജീവന്റെ ഉത്ഭവം എവിടെ നിന്ന് കടന്നു വന്നു? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ തെറ്റായ ചിന്തയുണ്ടെങ്കിൽ താങ്കളെയും ജീവന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അത്യുന്നതനായ ദൈവമുണ്ട്. താങ്കൾക്കും ജീവൻ നൽകി തരുന്ന അത്യുന്നതനായ ദൈവമുണ്ട്. ആകയാൽ മനുഷ്യന്റെ ബുദ്ധിപരമായ കാഴ്ചപ്പാടുകൾ ഇന്ന് ദൈവത്തെ വിശ്വസിപ്പാൻ ചിലപ്പോൾ കഴിയാതെ പോകുമ്പോൾ വിശ്വവചനം എങ്ങനെ പറയുകയാണ്? പരിണാമ സിദ്ധാന്തത്തിനോ ശാസ്ത്രത്തിന്റെ ഏതൊരു കണ്ടുപിടുത്തത്തിനോ ഭൂമിയിൽ ജീവന്റെ കാര്യത്തെ പറ്റി നിഷ്കർഷയോടുകൂടെ ഇതാകുന്നു എന്ന് പറയുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശ്വവചനം എങ്ങനെ പറയുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഭൂമിയുടെ സകലത്തെയും ദൈവം തന്നെ സൃഷ്ടിച്ചു. ദൈവം സകലത്തിനും ജീവൻ കൊടുക്കുന്നു. ആ ദൈവം താങ്കളുടെ ഈ ജീവിതത്തിൽ താങ്കളുടെ ആവശ്യങ്ങളിൽ താങ്കളെ സ്നേഹിച്ചുകൊണ്ട് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ചിലപ്പോൾ താങ്കളുടെ സമീപത്ത് താമസിക്കുന്ന വ്യക്തി മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരുമായിക്കൊള്ളട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് മകക്കാലം ഈ രാവിലെ സമയം വ്യക്തമായി പറയുകയാണ്, താങ്കളെ സ്നേഹിക്കുന്ന താങ്കൾക്ക് ഒരു കുടുംബനാഥന്റെ ബന്ധം പോലെ ഏറ്റവും നല്ല നാഥന്റെ ബന്ധം നൽകി തരുവാൻ ദൈവം ശക്തനാണ്. മനുഷ്യൻ ഇതുവരെയും ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത, പരിഹരിക്കുവാൻ കഴിയാത്ത വംശീയ പ്രശ്നങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവത്തിലുള്ള ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമായി തരികയുള്ളൂ. ദൈവമായുള്ള ബന്ധത്തിൽ മാത്രമേ സാധ്യമായി തരികയുള്ളൂ. ആ യേശുവിലേക്ക് രാവിലെ കടന്നു വന്നാലും താങ്കളുടെ ജീവിതത്തിൽ പൂർണ്ണമായ നിലയിൽ ഒരു സമാധാനം ലഭിപ്പാൻ, പൂർണ്ണമായ നിലയിൽ സന്തോഷം ലഭിപ്പാൻ കഴിയും. തങ്ങളുടെ സ്വന്തം തങ്ങളുടെ തൊട്ടടുത്തുള്ള കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകുന്നുവെങ്കിൽ ഇന്ന് രാവിലെ സമയം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ താങ്കൾ ഉണർന്ന് പ്രാർത്ഥിച്ചാലും, അമ്മേ യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്നെ ഇന്നയാളിനെ സ്നേഹിക്കുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരുടെ സഹോദരങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ മറ്റുള്ളവർ വെറുക്കപ്പെടുന്ന ഒരു അനുഭവമാകുന്നു എങ്കിൽ ഇന്ന് രാവിലെ സമയം താങ്കൾ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുത്താലും ദൈവം താങ്കളെ തീർച്ചയായിട്ടും മാനിച്ചനുഗ്രഹിക്കും. അതേ വിശ്വവചനം ഇങ്ങനെ പ്രസ്താവിക്കുകയാണ്, ദൈവത്തെ കണ്ടെത്താമോ എന്ന് വെച്ചിട്ട് ദൈവത്തെ അവർ തപ്പി നോക്കുമോ എന്ന് കരുതി ദൈവം ആർക്കും അകന്നിരിക്കുന്നില്ല. ദൈവത്തെ തപ്പി നോക്കുമോ എന്ന് കരുതിയും ദൈവം ആർക്കും അകന്നിരിക്കുന്നില്ല. ഒരു പിതാവിന്റെ സാന്നിധ്യം ഒരു ഭവനത്തിൽ എത്ര ഊഷ്മളമായ, എത്ര സന്തോഷകരമായ അനുഭൂതി ഉളവാക്കുന്നുവോ അതുപോലെ തന്നെ പിതാവായ ദൈവം ഈ മനുഷ്യന്റെ കുലത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മിൽ ഓരോരുത്തരിലും ഏറ്റവും ഊഷ്മളമേറിയ സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ അനുഭവത്തെ നൽകി തരുവാൻ നാം ദൈവത്തെ കണ്ടെത്തേണ്ടതിന്, താങ്കൾ ദൈവത്തെ കണ്ടെത്തേണ്ടതിന്, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ വാത്സല്യവും അനുഭവിച്ചറിയേണ്ടതിന് ദൈവം താങ്കളിന് അകന്നു നിൽക്കാതെ താങ്കൾക്ക് സമീപസ്ഥനായി ദൈവം വസിക്കുന്നു. താങ്കൾ എവിടെ നിന്നും നിലവിളിച്ചാലും, ബസ് യാത്രയിൽ നിലവിളിച്ചാലും, ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, അല്ല ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും, ആരാധന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും താങ്കൾ നിലവിളിച്ചാൽ, താങ്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, താങ്കൾ നിലവിളിച്ചു കഴിഞ്ഞാൽ നിലവിളി കേട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ്, പിതാവായ ദൈവം താങ്കൾക്ക് ഏറ്റവും സമീപസ്ഥനായി താങ്കളുടെ സമീപത്തുണ്ട്. എന്നെ രാവിലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അത്യുന്നതനായ ദൈവത്തിന്റെ കുടുംബനാഥൻ എന്ന നിലയിൽ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, സകൽക്കും പിതാവായി വസിക്കുന്ന അത്യുന്നതനായ ദൈവവുമായി ഒരു ബന്ധമില്ല എങ്കിൽ ഈ രാവിലെ സമയം ആ ദൈവത്തിലേക്ക് നടത്തു വന്നാലും കർത്താവായ ദൈവം ആഗ്രഹിക്കുകയാണ് താങ്കൾ കൂടെ ആ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിൽ ദിവസം കഴിഞ്ഞുകൂടുവാൻ അത്യുന്നതനായ ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ താങ്കളുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും, അതുപോലെ തങ്ങളുടെ ഉത്തരം കിട്ടാത്ത അനേക പ്രശ്നങ്ങൾക്ക്, ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ ഈ ദൈവമായുള്ള ബന്ധത്തിന് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെയും ആ ദൈവിക സ്നേഹം സ്പർശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് രാവിലെ തന്നെ ആ ദൈവത്തിലേക്ക് അടുത്ത് വന്ന്, ദൈവമേ എനിക്ക് ആ സ്നേഹത്തിന്റെ, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ നടത്തുമാറാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ